രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി. രാഹുൽ ഈശ്വറിനെ വഞ്ചിയൂർ കോടതിയിൽ എത്തിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീഡിയോകൾ ഇനിയും തുടരുമെന്നാണ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വിവരങ്ങളുമായി മാനസ കൂടി ചേരുന്നുണ്ട്. മാനസ, ഇപ്പോഴിതാ രാഹുൽ ഈശ്വറിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി. രാഹുൽ ഈശ്വറിന്റെ ആ ദൃശ്യങ്ങളൊന്ന് കാണാം. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്, ആർണേഷ് കുമാർ വിധിയുടെ ലംഘനമാണ്. ഇതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായുള്ള വീഡിയോകൾ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള വീഡിയോ തുടരും. എത്ര തടഞ്ഞു വെച്ചാലും, എന്ത് പോലീസ് ആക്ഷൻ ഉണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീഡിയോ തുടരും. സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. എനിക്ക് നോട്ടീസ് കിട്ടിയില്ല. എന്റെ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. എന്റെ നോട്ടീസ് കിട്ടിയില്ല. രാഹുൽ ഇതെല്ലാം കോടതി പറയും. സുപ്രീം കോടതി വിധിയുടെ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈക്കോടതി പോവുകയും ചെയ്തു. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്, അർണേഷിന്റെ വിധിയുടെ നഗ്നമായ ലംഘനമാണ്. ഇതുകൊണ്ടാണ് വിധിയുടെ ലംഘനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായുള്ള വീഡിയോകൾ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള വീഡിയോകൾ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിന് ബലാത്സംഗ കേസിലെ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നത്. വിവരങ്ങളുമായി മാനസ കൂടി ചേരുന്നുണ്ട്. മാനസ, രാഹുൽ ഈശ്വറിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുൻപ് രാഹുൽ ഈശ്വറിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ രാഹുൽ ഈശ്വർ വഞ്ചിയൂർ കോടതിയിലെത്തി അദ്ദേഹത്തിന്റെ ജാമ്യ അപേക്ഷയെ കൂടി സമർപ്പിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരു നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീഡിയോ ഇനിയും തുടരും എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന നിലപാട് തുടരും എന്ന് തന്നെ പറയുന്ന ഒരു പ്രസ്താവന തന്നെയാണ് ഈ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സൈബർ കേസ് രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തി രജിസ്റ്റർ ചെയ്തത്. അതായത് സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളിലും ഉൾപ്പെടെ രാഹുൽ ഈശ്വർ അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെയുള്ള കണ്ടന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തത്. അതിനെ തുടർന്ന് അതിജീവിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സൈബർ കേസ് രജിസ്റ്റർ ചെയ്തതും പിന്നാലെ ഇത്തരത്തിൽ കേസുമായി അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയതും. ഈ കേസിലെ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. ബാക്കി 5 പേരെയും, അതായത് ടോട്ടൽ 6 പേരാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ കോടതിയിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. കോടതിയിൽ വാദം കേട്ടതിന് ശേഷം ഇയാളുടെ ജാമ്യ അപേക്ഷ കൂടി ഇന്ന് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ജാമ്യാപേക്ഷ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അതേ അഭിഭാഷക സംഘമായ അജിത് കുമാർ തന്നെയാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ഒപ്പം തന്നെയാണ് ഈ രാഹുൽ അനുകൂല സംഘടനകളുടെ ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശം കഴിഞ്ഞ ദിവസം മുതൽ കുറയുന്നു. അതായത് സൈബർ കേസ് ശക്തമായി നിലപാട് സ്വീകരിച്ചതോടെ അല്ലെങ്കിൽ കർശന നടപടി സ്വീകരിച്ചതോടെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണത്തിന് കുറവുണ്ട് എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അതിജീവിതമാരെ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ ചിത്രവും അതോടൊപ്പം തന്നെ അവരുടെ വീഡിയോകളൊക്കെയും തിന് തുല്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസിന് പരാതി ലഭിച്ചത്. ഈ പരാതിയിൽ കർശന നടപടി തന്നെ സ്വീകരിച്ച് പോലീസ് മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ ഈ കോടതി നടപടികളും പുരോഗമിക്കുകയാണ്. ശ്രീനിധി.